കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് കോടതി അതേപോലെ ഇതാക്കി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതിൽ. ഞങ്ങൾ പോകുന്നില്ല എന്ന് തന്നെ വെച്ചിരിക്കണം. അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോണത്. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാവരോടും നന്ദിയുണ്ട്. നെന്മാറ പോത്തുണ്ടിയിലെ ജനങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട 7 വർഷങ്ങൾ. മനസ്സിൽ പകയുമായി നടന്ന ചെന്താമരയെ പേടിച്ചാണ് ആ നാട്ടുകാർ പല ദിവസങ്ങളിലും അന്തിയുറങ്ങിയത്. ഇനി അവർക്ക് ഭയം കൂടാതെ ജീവിക്കാം. ആ സീരിയൽ കില്ലറെ പേടിച്ച് ഇനി നാട് വിടേണ്ടതില്ല. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ശിക്ഷയിൽ ആശ്വാസമെന്നാണ് കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും കുടുംബം പ്രതികരിച്ചത്. ഭയം അവസാനിച്ചിട്ടില്ലെന്നും സുധാകരന്റെ മകൾ പറഞ്ഞു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി 20 ലക്ഷം രൂപ പിഴയൊടുക്കണം. പിഴത്തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതിയുടെ ഉത്തരവിലുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം അധിക തടവ് അനുഭവിക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതി നിരീക്ഷിച്ചു. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചതാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു കേരള സമുദായത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അത്. അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും, അതായത് ആ കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നഷ്ടപരിഹാരം 20 ലക്ഷമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിൻ്റെ അടുത്താണ് കൊടുക്കേണ്ടത്. കാരണം അയാൾക്ക് ഒരു പ്രോപ്പർട്ടിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് അത് പരിഗണിക്കണം. വിധിയിൽ അപ്പീൽ നൽകുമെന്നായിരുന്നു പ്രതിഭാഗം പ്രതികരിച്ചത്. പ്രതിഭാഗത്തിന് യാതൊരു വീഴ്ചയും സംഭവിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കോടതി തെളിവുകൾ വിശകലനം ചെയ്തത് അതിൽ പോരായ്മയുണ്ടെന്നാണ് കരുതുന്നത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ChatGPT വഴിയൊക്കെ ചില ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, അത് കോടതി വല്ലാതെ വലിച്ചു കയറി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു? ChatGPT ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ സംബന്ധമായ കാര്യങ്ങൾ എനിക്കറിയില്ല. അവ്യക്തതയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ കരുതുന്നത്. പ്രതിക്ക് കുറ്റബോധം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടില്ല. മേൽക്കോടതിയിൽ പോകാൻ പുതിയ തെളിവുകളുടെ ആവശ്യമില്ല. ഇപ്പം നടത്തിയ വിചാരണയുടെ കോടതി കണ്ടെത്തിയ ആ ഫൈൻഡിങ്ങുകളെ സംബന്ധിച്ചാണ് ഞങ്ങൾ മേൽക്കോടതിയിൽ പോകുന്നത്. അതിലെന്താ അപാകതയുള്ളത്? കോടതി തെളിവുകളെ സമഗ്രമായി പരിഗണിച്ചിട്ടില്ല. കോടതി ഒരു മുൻവിധിയോടുകൂടി കണ്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ആഴത്തിലുള്ള യാതൊരു പരിശോധനയും തെളിവുകളിലേക്ക് കോടതി കടന്നിട്ടില്ല. ഒരു ശാസ്ത്രീയ തെളിവുകളും പ്രതിക്കെതിരായി വന്നിട്ടില്ല. അത് ഈ വിധിക്ക് വേണ്ടി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതിനപ്പുറം ശാസ്ത്രീയ തെളിവുകളൊന്നും ആയുധത്തിൽ നിന്നും പ്രതിയുടെ സെൽസ് കണ്ടെത്തി. പക്ഷെ പ്രതിക്ക് ഒരു മുറിവുണ്ടായിരുന്നില്ല. അത് കണ്ടെത്താൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതുതന്നെ കൃത്രിമമായിട്ട് കെട്ടിച്ചമച്ച തെളിവാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ആയുധത്തിൽ നിന്നും പ്രതിയുടെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടു. പ്രതിക്ക് എന്നാൽ ഒരു മുറിവുണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ട് പ്രോസിക്യൂഷൻ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. CV അനുമോദ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. അനുമോദ്, നമ്മൾ പ്രതീക്ഷിച്ചൊരു വിധിയാണ്. കാരണം ഇതുപോലൊരു കൊടും കുറ്റവാളിക്ക് ഇതിനപ്പുറം ശിക്ഷ നൽകാനില്ല. കാരണം ആ നാട്ടിലെ ജനങ്ങൾ, പോത്തുണ്ടിയിലെ നാട്ടുകാർ എത്രത്തോളം ആശങ്കയോടെയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ജീവിച്ചത്. അവിടുന്ന് ഇയാളെ പേടിച്ച്, ചെന്താമരയെ പേടിച്ച് നാട് വിട്ട സ്ത്രീയുടെ കഥകൾ ഉൾപ്പെടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സുധാകരൻ്റെ പെൺമക്കൾ പറഞ്ഞിരുന്നു, പലപ്പോഴും രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി കണ്ണടയ്ക്കുമ്പോൾ പോലും പേടിയാണ്. ചെന്താമരയുടെ മുഖമാണ് വരുന്നത്. അയാൾ പുറത്തിറങ്ങിയാൽ തങ്ങളെയും വകവരുത്തുമോ എന്ന് ഈ ആ പെൺകുട്ടികളടക്കം ഭയപ്പെട്ടിരുന്നു. ഒരു നാട് മുഴുവൻ ഭയപ്പെട്ടിരുന്നു. എന്തായാലും നാട്ടുകാർക്ക് ആശ്വസിക്കാം. എന്താണെന്ന് ഈ ശിക്ഷാവിധിയിൽ കോടതി വ്യക്തമാക്കിയത്. ഇപ്പോൾ ചെന്താമരയെ കോടതിയിൽ നിന്നും പുറത്തിറക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുമോദ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെന്താമരയെ ഇപ്പോൾ കോടതിയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരികയാണ്. ചെന്താമരയെ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനം ഇവിടെ താഴെ തയ്യാറായിട്ടുണ്ട്. മുകൾ നിലയിൽ നിന്നും ചെന്താമരയെ ഇപ്പോൾ താഴേക്ക് ഇറക്കി കൊണ്ടുവരണം. നമുക്ക് ഏതാനും സെക്കൻഡ്സുകൾക്കുള്ളിൽ അയാൾ താഴേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഒരു വധശിക്ഷ വിധിച്ച വ്യക്തി നിലയ്ക്ക് അയാളുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായിട്ടും ആലോചിക്കുന്നത്. അതിനുള്ളൊരു ശ്രമം നടത്തും. പക്ഷേ അയാൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ടാകില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഹൈക്കോടതിയൊക്കെ സമീപിക്കാനുള്ളതുകൊണ്ട് പരാമർശങ്ങൾ കുറയ്ക്കാനായിരിക്കാം അയാൾക്ക് കോടതി വക്കീലിൻ്റെ ഭാഗത്ത് നിർദ്ദേശം. പക്ഷേ നമുക്ക് അയാളുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ആദ്യം പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് അയാളുടെ പ്രതികരണത്തിനായി ശ്രമിക്കാം. എന്താണെങ്കിലും ഇപ്പോൾ കാണാം കോടതിയുടെ 1ാം നിലയിൽ നിന്നും താഴേക്ക് ചെന്താമരയെ കൊണ്ടുവരികയാണ്. തൊട്ടടുത്ത് തന്നെയാണ് വാഹനം നിർത്തിയിട്ടുള്ളത്. ചെന്താമരയെ എവിടേക്ക് കൊണ്ടുപോകുന്നത്? എന്തെങ്കിലും പറയണ്ടോ? എന്താണ് വധശിക്ഷയാണ്? എന്താണ് പറയാനുള്ളത്? വധശിക്ഷ എന്നാണ് കോടതി പറഞ്ഞുള്ളത്. എന്താണ് പറയാനുള്ളത്? ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയണ്ടോ? ടോം, ചെന്താമരയുമായിട്ട് ഇപ്പോൾ പോലീസിന്റെ വാഹനം ജയിലിലേക്ക് പുറപ്പെട്ടു. മലമ്പുഴ വെയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയാളെ കൊണ്ടുപോകാനുള്ള വിധി ഉള്ളത്. നേരിട്ട് വെയ്യൂരിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെന്താമരയെ ഇതാ ഇപ്പോൾ കോടതി വിധിക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നാം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും സമർപ്പിക്കപ്പെട്ട ആ തെളിവുകൾ പരിപൂർണമായും അംഗീകരിച്ചുള്ളൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. പ്രധാനമായിട്ടും നിരീക്ഷിച്ചത് ഇയാൾക്ക് ഒരു തരത്തിലും മനസ്താപം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2019 കൊലപാതകവും അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ കൊലപാതകങ്ങൾ ഉണ്ടായതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ആസൂത്രിതമായിട്ട് കൃത്യമായി ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയാണ് ഈ ഒരു കൃത്യം പ്രതി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ കോടതി നിരീക്ഷിക്കുന്നത്. നേരത്തെ പ്രതിഭാഗം പഴയ കുറ്റത്തിനുള്ള ശിക്ഷയും ഇതുമായി ബന്ധിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞെങ്കിലും കോടതി അത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ ഇയാൾക്ക് ഒരു മനസ്താപം തോന്നുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഇയാൾക്ക് അങ്ങനെ മനോനിലയിൽ പ്രശ്നമൊന്നുമില്ല. ഇതും കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല ഈ വിചാരണയ്ക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം കോടതിയോട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ അതും ഇതിൽ വിധിന്യായത്തിൽ കോട്ട് ചെയ്യുന്നുണ്ട്. താൻ ഗാന്ധിജിയല്ല, വേണമെങ്കിൽ ഇനിയും തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നത് ഇനിയും കുറ്റം ചെയ്യുമെന്ന ഒരു ഭീഷണിയാണ് ഈ പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ള നിരീക്ഷണമാണ് കോടതിയിൽ. അങ്ങനെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച എല്ലാം അതേപടി അംഗീകരിച്ചുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസായിട്ട് ഇതിനെ കണ്ടിട്ടാണ് ഇതിൽ പരമാവധി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പ്രതിഭാഗം ഇതിനെതിരെ അപ്പീൽ പോകും. ഹൈക്കോടതി ഇതിൽ മാറ്റമുണ്ടാക്കാനുള്ള സാധ്യത അതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. എങ്കിൽ പോലും സമൂഹത്തിന് മാതൃകയാവുന്ന ഒരു വിധി കോടതിയിൽ നിന്നുണ്ടായി എന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്തണം. കാരണം സമൂഹ മനസാക്ഷി അത്രമാത്രം ഞെട്ടിച്ചിരുന്നു ഈ ഇരട്ടക്കൊലപാതകം. ഈ 2 പേരെ കൊന്നത് മാത്രമല്ല, ആസൂത്രിതമായിട്ടൊരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊന്ന സാഹചര്യമാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ ആ സമൂഹത്തിനും ആ നാടിനും അതേപോലെ ആ സുധാകരനെയും സജിതരെയും മക്കൾക്കും ഒക്കെ തന്നെ ഭീഷണിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു കൊലപാതകത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വിധി തന്നെ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെ സംബന്ധിച്ചാണെങ്കിലും അവർക്കും ഏറെ ആശ്വസിക്കാം, അഭിമാനിക്കാം. കാരണം
ഫുൾ പ്രൂഫായിട്ട് ഈ ഒരു കേസ് കോടതിക്ക് മുമ്പാകെ എത്തിക്കുവാനും അത് വിചാരണ വേളയിലും അതിനുശേഷം വിധി പറയുമ്പോൾ പോലും ഏറ്റവും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലൊരു കുറ്റപത്രം സമർപ്പിക്കുവാനും വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി ഈ കേസിൽ വിധി പറയിപ്പിക്കുവാനും സാധിച്ചു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമായ ഒരു നടപടിയാണ്. എന്നാണെങ്കിലും ചെന്താമരയുടെ ശിക്ഷാവിധി വിധിച്ചു. വധശിക്ഷയാണ്. അദ്ദേഹത്തെ ചെന്താമരയെ ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ പ്രതിഭാഗം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയെ ഉടൻ സമീപിക്കുമെന്നാണ് പ്രതിഭാഗം അറിയിച്ചിരിക്കുന്നത്. ടോം. അനുമോദിലേക്ക് തിരികെ എത്താം. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ന്യൂസ് 18 പ്രതികരിച്ചിരുന്നു. നെന്മാറ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മൊഴിയും നിർണായകമായെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി എൻ മുരളീധരൻ ന്യൂസ് 18 പ്രതികരിച്ചത്. മൊഴി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഗൂഗിൾ ലൊക്കേഷൻ വഴി സാക്ഷികൾ എവിടെയെന്ന് കണ്ടെത്തിയിരുന്നു. വിചാരണയ്ക്ക് മുൻപ് ഡമ്മി ട്രയൽ നടത്തിയത് കേസിൽ നിർണായകമായെന്നും ഡിവൈഎസ്പി പറഞ്ഞു. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിലേക്ക്. ചെന്താമര കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുള്ളൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി മുരളീധരൻ സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോടതിയുടെ വിധി പോലീസിനെ സംബന്ധിച്ചൊരു അംഗീകാരമാണല്ലോ അല്ലേ? അതെ, ഞങ്ങൾ പെട്ടെന്ന് ചാർജ് ഷീറ്റ് ഒരു 56 ഡേയ്സിലൊക്കെ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, കേസ് നിൽക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ നമ്മുടെ SP സാർ അത് പറയുമായിരുന്നു, അത് കിട്ടും, ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടും. കാരണം ആൾറെഡി ഒരു കേസിൽ ഇങ്ങനെ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് സയൻറ്റിഫിക് എവിഡൻസുകളെല്ലാം നമ്മൾക്ക് ഫേവറായിരുന്നു. പിന്നെ സാക്ഷികൾ കൂറുമാറാതിരിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റിനെ കൊണ്ട് നമ്മൾ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാമായിരുന്നു. ഡമ്മി ട്രയൽ നടത്തിയെന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ മോക്ക് ട്രയൽ നടത്തിയ എന്താണെന്ന് വെച്ചാൽ 3/2 തോന്നുന്നു ഹരിശങ്കർ സാർ ഈ കേസിൻ്റെ പ്രതി അറസ്റ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ റിവ്യൂ നടത്തുന്നതിനായിട്ട് ഹരിശങ്കർ സാർ വന്നിരുന്നു. അന്നത്തെ റേഞ്ച് DIG ആയിരുന്നു അദ്ദേഹം. വന്ന ശേഷം അദ്ദേഹം SP സാറിൻ്റെ കസേരയിൽ പാലക്കാട് DPOയിൽ ഇരുന്നിട്ട് SP സാർ സൈഡിൽ ജഡ്ജായിട്ടും അദ്ദേഹം പ്രതിഭാഗം വക്കീലായിട്ടും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടും ഇരുന്നിട്ട് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടെത്തിയ തെളിവുകൾ എന്തൊക്കെയാണ്, ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ തെളിവുകൾ എന്താണ്, അതിനെ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഹരിശങ്കർ സാറ് നോക്കി. കുറേ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കലാണ് ഈ കേസ് ശിക്ഷിക്കാനുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ കുറേ ചേഞ്ചസ് വരുത്തി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 4 ഫയലുണ്ടായിരുന്നു. ഒരു ഫയൽ ഇൻവെസ്റ്റിഗേഷൻ സ്ക്രിപ്റ്ററി വർക്കൊക്കെ നടത്തിയ ഈ 2 പോലീസുകാരാണ്. ഇവരാണ് അവരുടെ ഫയലുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ SP സാറിൻ്റെ ഒരു ഫയലുണ്ടായിരുന്നു. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കോടതി കൊടുക്കാൻ ഒരു ഫയലുണ്ടായിരുന്നു. പിന്നെ ഒരു ഫയൽ എൻ്റെ ഉണ്ടായിരുന്നു. ഒരു കേസ് നോക്കാനായിട്ട് 4 ഫയലുണ്ടായിരുന്നു. 4 ടൈപ്പ് മോണിറ്ററിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിജയം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സാക്ഷികൾ കൂറുമാറിയതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിച്ചത്? സാക്ഷികൾ കൂറുമാറില്ലെന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. അവരവിടെ ആ സമയത്ത് അവർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ടൈം ലൈൻ വെച്ചിട്ട് അവരുടെ ഈ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂറുമാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ കോടതി കൊടുത്താൽ നിങ്ങൾക്കെതിരെ മറ്റു നടപടി വരുമെന്ന് നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നു. പിന്നെ ആദ്യം നമ്മൾ ഈ സംഭവം നടന്ന സമയത്ത് 1-2 ദിവസങ്ങളിലൊന്നും ആൾക്കാർ പോലീസുമായിട്ട് വലിയ സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളൊരു 3-4 പേര് രാവിലെയും വൈകുന്നേരമായി പോയി നാട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വന്ന തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ രസകരമായൊരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. ശരിക്കും ഈ അന്വേഷണം എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിരുന്നു എന്ന് വിധി വന്നപ്പോഴാണല്ലോ ഒരു ബോധ്യപ്പെട്ടത്, എല്ലാ അർത്ഥത്തിലും. അതെ, കാരണം എന്നെ 3 ദിവസമാണ് വിസ്തരിച്ചത്. ആകെ 3 ദിവസം എന്നെ വിസ്തരിച്ചുള്ളൂ. സാറിന് ഇത്ര ചിലർ നേരത്തെ ഇവിടെ പറയുന്നുണ്ടായിരുന്നത് 6 ദിവസം 7 ദിവസമൊക്കെ ചില മർഡർ കേസുകളുടെ ട്രയൽ നടക്കാറുണ്ട്. അപ്പോൾ പ്രതിഭാഗം വക്കീൽ നല്ല വക്കീലാണ്, പക്ഷേ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ChatGPT ജനറേറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് അറിയില്ല എന്ന് പറയാല്ലാതെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് എവിഡൻസുകൾ ഉണ്ടാക്കാനോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ തെറ്റിപ്പോയാൽ പിന്നെ മൊത്തം കുളമാവും. ഈ കേസിൽ നിർണായകമായത് എന്താണ്? വിധി ഇത്രയും പ്രോസിക്യൂഷനും അതിൽ പൂർണ്ണമായി അംഗീകരിച്ച വിധി ഏറ്റവും നിർണായകമായത് എന്താണ്? നിർണായകമായത് ഈ സയൻറ്റിഫിക് എവിഡൻസുകൾ തന്നെയാണ്. കൊടുവാളിൻ്റെ പിടിയിൽ നിന്ന് പുള്ളിയുടെ DNA കിട്ടിയിരുന്നു. അതൊരു ഹാർഡ് സർഫേസ് ആയതുകൊണ്ട് അതിന് കിട്ടിയിരുന്നു. അതുകൂടാതെ പുള്ളി വേലിചാടി പോയ സമയത്ത് അയാളുടെ ഉടുപ്പുകളിൽ നിന്നുള്ള ഫൈബർ കണ്ടൻസ് അവിടുത്തെ കമ്പിവേലിയിലുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ ആ പോത്തുണ്ടി ജംഗ്ഷൻ്റെ അവിടെ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ നീ പൈസയൊക്കെ അന്ന് തിരിച്ചു കൊടുത്തിട്ട് എന്താ ചെന്താമരേട്ട നിങ്ങൾ ഇപ്പം തന്നെ പൈസയൊക്കെ തിരിച്ചു ഇല്ല, ഇനിയും ചിലപ്പോൾ നമ്മൾ കാണാൻ വഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഷറഫുദ്ദീൻ അതേപോലെ തന്നെ വന്ന് ചായക്കടക്കാരൻ വന്ന് കോടതിയിൽ അതേപോലെ തന്നെ വന്ന് പറഞ്ഞിരുന്നു. അതെ, പിന്നെ പുഷ്പ കറക്റ്റായി പറഞ്ഞു, കുറേ സാക്ഷികൾ കറക്റ്റായി പറഞ്ഞു. എന്നിരുന്നാലും സയൻറ്റിഫിക് എവിഡൻസുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. മാതൃകയാണ് ഒരു വിധി അല്ലേ?
മാതൃകയാണ് എന്ന് പറയാം. എന്നാലും അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തുകൊണ്ട് എങ്ങനെ ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോസിക്യൂഷൻ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു എന്നതിൻ്റെ കാരണം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴി ഇതെല്ലാം തന്നെ ഒരേപോലെ ഈ കേസിൽ നിർണായകമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. പ്രജിത്ത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. യെസ്, CV അനുമോദിലേക്ക് വീണ്ടും. അനുമോദ്, എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അഭിമാനിക്കാം. കാരണം ഇത്തരമൊരു കേസിൽ ഒരു ചെറിയൊരു പിഴവ് പോലും ഇല്ലാതെയാണ് അന്വേഷണ സംഘം തുടക്കം മുതൽ തന്നെ ഇടപെട്ടത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ, തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി. മാത്രമല്ല, നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, അവിടെ അയൽവാസിയായിട്ടുള്ള ഒരു സ്ത്രീ പിന്നീട് ഈ ചെന്താമരയെ പേടിച്ച് നാടുവിട്ട സാഹചര്യം പോലും നമ്മൾ പരിശോധിച്ചിട്ടുള്ളതാണ്. കാരണം ഇയാൾക്കെതിരെ മൊഴി നൽകാൻ പോലും ജനങ്ങൾ, നാട്ടുകാർ, അതായത് നേരിട്ട് ഈ കൊലപാതകം നേരിട്ട് കണ്ടവർ പോലും ഭയപ്പെട്ടിരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് പോലീസിൻ്റെ ഒരു കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായത്. എങ്ങനെയാണ് ഈ കേസിലേക്ക്, ഈ വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഈ അന്വേഷണത്തിൻ്റെ വഴികളെക്കുറിച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും വലിയൊരു വെല്ലുവിളികൾ നിറഞ്ഞ കേസായിരുന്നു. ആരെങ്കിലും ഈ സാക്ഷികൾ കൂറുമാറുമോ എന്നൊരു ഭയം പോലും, അത്തരമൊരു ആശങ്ക പോലും ഒരു ഘട്ടത്തിൽ ഉണ്ടായി കാണില്ലേ അനുമോദ്? ടോം, ഈ ഒരു കേസിൻ്റെ ആദ്യത്തേക്ക് പോവുകയാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പിഴവ് വന്നതിനെ തുടർന്നാണ് ഈ കൊലപാതകം എന്ന ആക്ഷേപം ആദ്യഘട്ടം മുതൽ പോലീസ് നേരിടുന്നുണ്ട്. അതായത് ജാമ്യ വ്യവസ്ഥ ചെന്താമര ലംഘിച്ചപ്പോൾ തന്നെ ഇതിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് അത് ഗൗരവത്തിലെടുത്തില്ല. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന ആക്ഷേപം പോലീസ് ആദ്യം മുതൽ നേരിടുന്നത്. അപ്പോൾ ഈ ഒരു ആരോപണം നിലനിൽക്കെ ഇനിയൊരു പിഴവ് കൂടി വരുത്താതിരിക്കാനുള്ള ജാഗ്രത പോലീസ് കാണിച്ചിരുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമായത്, ഇയാൾ ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് പിടിയിലായത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ കേസിൽ ഇയാളെ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനം ആ കൊടുവാളാണ്. ആ കൊടുവാളിൽ 2 പേരുടെ രക്തവും ഇയാളുടെ കയ്യിലെ കോശവും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ഈ DNA അല്ലെങ്കിൽ ഇവരുടെ ഈ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ സാധിച്ചത്. പ്രതിയെ പിടികൂടുന്നതിന് മുൻപ് തന്നെ ആ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്ന് ഒരിക്കലും കോടതിക്ക് മുമ്പാകെ വാദിച്ച് വിജയിക്കാൻ പ്രതിഭാഗത്തിന് സാധിച്ചില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി, അല്ലെങ്കിൽ ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള തെളിവ് എന്നുള്ളതായിട്ടുള്ളത്. ഇതിന് പുറമെ ഈ മൊഴി നൽകിയവർ, അവരുടെ ലൊക്കേഷൻ പോലും ആ ഒരു കൃത്യം നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നുവെന്ന് അവരുടെ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്തിട്ട് ഗൂഗിൾ ലൊക്കേഷൻ്റെ സഹായത്തോടെ ശാസ്ത്രീയമായിട്ട് തന്നെ പോലീസ് കണ്ടെത്തി അത് രേഖപ്പെടുത്തി കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചു. അതായത് സാക്ഷിമൊഴികളിൽ അവ്യക്തതയുണ്ടെങ്കിൽ അവർ കൂറുമാറിയാലും ഈ മൊഴികൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഇവരുടെ സാന്നിധ്യം ഈ സമയത്ത് ഇവിടെ ആയിരുന്നു, മാറി പറഞ്ഞാലും അത് മാറ്റാൻ കഴിയില്ല എന്ന് തെളിയിക്കാനാണ് അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത്. അതുപോലെ തന്നെ പലരുടെയും മൊഴി ആദ്യമേ രേഖപ്പെടുത്തി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിരുന്നു. വിചാരണ സമയത്ത് കൂറുമാറിയാലും അത് പ്രശ്നം വരാതിരിക്കാനുള്ള നടപടി അങ്ങനെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത് നേരത്തെ DYSP സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷിമൊഴികൾ, അതായത് ആ പ്രദേശത്തെ ഒരു കച്ചവടക്കാരൻ ഈ ചെന്താമര കൊടുക്കാനുള്ള പണം ഒക്കെ ഒന്നിച്ചു കൊടുത്തപ്പോൾ എന്താണ് ഈ പണം എല്ലാം തന്നു വിട്ടതെന്ന് വെച്ചപ്പോൾ ഇനി കാണാൻ നമ്മൾ സാധ്യതയില്ല എന്ന് പറയുന്നത് അയാളുടെ മൊഴിയായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഇയാളൊരു കൊലപാതകം ചെയ്യാൻ ആസൂത്രണം ചെയ്തിരുന്നു, അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു, ആയുധങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു, കൊലപാതകത്തിന് പറ്റിയ സമയം കാത്തിരിക്കുകയായിരുന്നു എന്ന് പോലീസിന് ഈ തെളിവുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഇതിൻ്റെ നാൾ വഴികൾ നോക്കുമ്പോൾ ആദ്യത്തെ കൊലപാതകത്തിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ ജയിലിലായപ്പോൾ ജാമ്യത്തിലിറങ്ങിയാണ് ഈ രണ്ടാമത്തെ 2-3 കൊലപാതകങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. മുൻപത്തെ കൊലപാതകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇനിയും അത് തുടരുകയും ചെയ്യുമെന്ന് ഇയാളുടെ വാദത്തിലും അല്ലെങ്കിൽ ഇയാളുടെ വിചാരണയിലൊക്കെ അയാൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇയാളുടെ ബിഹേവിയർ, അതായത് പ്രതിയുടെ സ്വഭാവം, ഈ കേസിൻ്റെ ചരിത്രം, ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഫോറൻസിക് എവിഡൻസ്, അങ്ങനെ സമഗ്രമായിട്ട് ഒരു എല്ലാം കോർത്തിണക്കിയ ഒരു കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കിയത്. അതിനെ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയും അതിൽ വീഴ്ച വരാതെ കോടതി ഈ കാര്യങ്ങൾ ധരിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത്. ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ആദ്യത്തെ കൊലപാതക കേസിൽ ശിക്ഷ വിധിച്ച അതേ ജഡ്ജിയാണ്, അതേ കോടതിയാണ് ഈ കേസും പരിഗണിച്ചുള്ളത്. അപ്പോൾ കേസിൻ്റെ ഒരു ചരിത്രം കൃത്യമായിട്ട്, കേസിൻ്റെയും പ്രതിയുടെയും ചരിത്രം കൃത്യമായിട്ട് ഇവർക്ക് അറിയാം. ഇയാളൊരു മനസ്താപമില്ലാത്ത, കുറ്റബോധം ഒട്ടുമില്ലാത്ത, മാറാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ക്രിമിനലാണെന്ന് കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകളൊന്നും തന്നെ വേണ്ട രീതിയിൽ തെളിയിക്കാനും കോടതിക്ക് മുമ്പാകെ പ്രതിഭാഗത്തിന് സാധിച്ചില്ല. അങ്ങനെ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ
ഒരു കൃത്യമായൊരു അന്വേഷണം ഇതിൽ നടന്നു. ആ അന്വേഷണത്തിൻ്റെ കുറ്റപത്രം പൂർണ്ണമായും കോടതി അംഗീകരിച്ചു. അങ്ങനെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കോടതി ഇതിനെ വിധിക്കുകയും ഏറ്റവും വലിയ ശിക്ഷ തന്നെ ആ പ്രതിക്ക് നൽകുകയും ചെയ്തത്. ടോം. തീർച്ചയായും അനുമോദ്, നമുക്കറിയാം ഏറ്റവും ഒടുവിൽ പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഈ ശിക്ഷ വിധിക്കുന്ന അല്ലെങ്കിൽ പ്രതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ അന്ന് ദിവസം കോടതി ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് ഞാൻ ഗാന്ധിയല്ല, ഇനിയും കൊല്ലുമെന്ന രീതിയിൽ പോലും ഭീഷണി മുഴക്കിയിരുന്നു കോടതിയുടെ മുൻപിൽ വെച്ച്. അങ്ങനെ ഒരാൾ ഒരു കാരണവശാലും അയാൾക്ക് മനപരിവർത്തനത്തിനുള്ള സാധ്യതയില്ല എന്ന് ഉൾപ്പെടെ ബോധ്യമായതാണ്. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കുമോ പ്രതിയെ സംബന്ധിച്ച് തിരിച്ചടിയായത്? പല സാഹചര്യങ്ങൾ, അതായത് ഒന്ന്, ഇയാൾ നാട്ടിൽ വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ആളുകളെ കൊല്ലാം. പുഷ്പയെ പോലെയുള്ള അയൽവാസികളൊക്കെ വീണ്ടും ചെന്താമരയെ പേടിച്ചിരുന്നതാണ്. സുധാകരൻ്റെ പെൺമക്കൾ പേടിച്ചിരുന്നതാണ് ഇയാൾ പുറത്തിറങ്ങിയാൽ തങ്ങളെയും വകവരുത്തുമോ എന്ന്. ഒരുപക്ഷെ ഇതടക്കം പ്രോസിക്യൂഷൻ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കാം. മാത്രമല്ല, ഇങ്ങനെ ഒരാൾക്ക് എത്ര പരമാവധി ശിക്ഷ നൽകിയാലും, എത്ര ജീവപര്യന്തം നൽകിയാൽ പോലും അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനലിനെ, ഒരു സീരിയൽ കില്ലറെ ഭക്ഷണം കൊടുത്ത് അയാൾക്ക് ചെലവിന് കൊടുത്ത് ഒരു ജയിലിൽ പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഒരു പക്ഷേ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലേ കോടതി തൂക്കുകയർ വിധിച്ചത്? ടോം, തീർച്ചയായിട്ടും ഇയാളുടെ സ്വഭാവം അത് കോടതിയെ സംബന്ധിച്ച് പരിപൂർണമായിട്ട് അറിഞ്ഞ ഒന്നാണ്. ഇയാളുടെ കുറ്റകൃത്യത്തിൻ്റെ ചരിത്രം, അയാളുടെ രീതികൾ, അയാളുടെ മറുപടി, അയാൾക്ക് ഒരു തരത്തിലും ഇതിൽ കുറ്റബോധമോ ഒരു മനസ്താപമോ ഇല്ലെന്നും വീണ്ടും ഞാനിത് ചെയ്യുമെന്നും പറയുമ്പോൾ ഇയാൾ സമൂഹത്തിനൊരു ഭീഷണിയാവുകയാണ്. ആ കുട്ടികളുടെ മൊഴി മാത്രം മതി. എവിടെയെങ്കിലും വെച്ച് ചെന്താമരയെ പോലെ ഒരാളെ കണ്ടാൽ പേടിയാണ്, അയാൾ ജയിൽ ചാടി വരുമ്പോൾ ഞങ്ങളെ കൊല്ലുമോ എന്നുള്ള പേടി, അതിലും വലിയൊരു ഭീതി കുട്ടികളെ സംബന്ധിച്ചില്ല. അപ്പോൾ അത്രയും ആ കുടുംബത്തിൻ്റെ ഭീതി ഈ ചെന്താമര ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുടുംബത്തിന് 3 പേരെ കൊന്നു, ഇനി ബാക്കിയുള്ളവരെ കൊല്ലുമെന്ന് പറയുമ്പോൾ അവർക്ക് ഇനി ജീവിക്കണമെങ്കിൽ ഇയാളുടെ ഭീതി ഒഴിവായി കിട്ടണം. അത് പരിപൂർണമായിട്ടും ഇയാൾ ജയിലിൽ തന്നെ ആകണം, അല്ലെങ്കിൽ ഇയാൾക്ക് വധശിക്ഷ നൽകണം. പരോള് പോലും കിട്ടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് ഈ പ്രതിഭാഗത്തിനെതിരെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ അത്രയും ഗൗരവത്തിൽ തന്നെയാണ് കേസ് എടുത്തത്. മാത്രമല്ല, അയാളുടെ മറുപടികൾ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതിയെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അയാളുടെ മറുപടികൾ ധിക്കാരപൂർണ്ണമായിരുന്നു. കോടതിയെ പോലും ചോദ്യം ചെയ്യുന്നതായിരുന്നു. ജഡ്ജിയെ പോലും പലപ്പോഴും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കൊക്കെ ആയിരുന്നു എന്ന് വേണം കരുതുവാൻ. അപ്പോൾ ഇയാളുടെ ബിഹേവിയറിൽ, സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എല്ലാ അർത്ഥത്തിലും നേരിട്ട് മനസ്സിലാക്കിയ ഒരു സംഭവം കൂടിയായിട്ട് വേണം ഇതിൻ്റെ വിധിന്യായത്തെ കാണുവാൻ. കാരണം ഒരാൾ മാറില്ല എന്ന് ഉറപ്പിക്കുകയും അയാളുടെ സ്വഭാവ രീതി മറ്റുള്ളവർക്ക് ഭീഷണിയാവുകയും സമൂഹത്തിന് ഭീഷണിയാവുകയും മറ്റുള്ളവരുടെ ജീവന് തന്നെ അത് ഭീഷണിയാവുന്ന സാഹചര്യം വരികയാണെങ്കിൽ അയാൾക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ നൽകണം എന്ന കാര്യത്തിൽ കോടതിക്ക് മറ്റൊരു ചിന്ത ഉണ്ടായിട്ടില്ല. എല്ലാ തെളിവുകളും അതിന് അനുകൂല ഘടകങ്ങളായി എന്നുള്ളതും ഈ ഒരു ശിക്ഷാവിധിക്ക് കാരണമായിട്ടുണ്ട്. ഇനി സമൂഹത്തിനും ഇതൊരു മാതൃകയാണ്. കാരണം ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് ശിക്ഷിക്കപ്പെടുമെന്നൊരു മാതൃക അത് നൽകുവാനും ഈ കോടതി വിധി കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും ഒരുപോലെ വിചാരിക്കുന്നത്. എന്താണെങ്കിലും മറ്റൊരു തരത്തിലും ഈ ഒരുപക്ഷെ ഈ വധശിക്ഷ വിധിച്ചവരൊക്കെ തൂക്കിക്കൊല്ലുമോ എന്ന ചോദ്യം ഉദിക്കുന്നുണ്ടെങ്കിൽ പോലും അവരാരും പുറംലോകം കാണില്ല എന്ന ഒരു ധാരണയെങ്കിലും, അത്തരത്തിലൊരു ഉറപ്പെങ്കിലും ഈ ഒരു സാഹചര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടപടികളൊക്കെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു കുറ്റവാളിക്ക് അയാൾ ചെയ്ത കുറ്റത്തിന് ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേട്ടോ? യെസ്, വ്യക്തമാണ്. CV അനുമോദാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വിധിച്ച ശിക്ഷ അങ്ങേയറ്റം മാതൃകാപരമാണ്. ഇതുപോലെയുള്ള കൊടും കുറ്റവാളികൾ പുറത്തിറങ്ങാൻ പാടില്ല. അവർക്കുള്ള ഇതൊരു കൃത്യമായ സൂചന കൂടിയാണ്, ഈ സമൂഹത്തിനുള്ളൊരു സൂചന കൂടിയാണ്. ഇതുപോലെ ഉള്ള കൊടും ക്രിമിനലുകളെ ഈ വെളിച്ചം കാണിക്കരുതെന്ന കൃത്യമായ സന്ദേശം കൂടിയാണ് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി നൽകുന്നത്. തിരുവനന്തപുരം വെമ്പായത്ത് ബാറിനുള്ളിൽ മദ്യപ സംഘങ്ങൾ ഏറ്റുമുട്ടിയ കേസിലേക്കാണ്. പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ മദ്യപ സംഘങ്ങൾ പിന്നീട് ബാറിൽ പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കാനും ശ്രമിച്ചു. തീ വെച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 5 പേർക്കാണ് സംഭവത്തിൽ പൊള്ളലേറ്റത്. ബാറിൻ്റെ ഉൾഭാഗം ഭാഗികമായും കത്തി നശിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. പൊള്ളലേറ്റ 5 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
അത് കാണുന്നത് അത് എടുക്കാം. വിമാനം പുറത്തോട്ടം ഒഴിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഈ ഫോട്ടോ എനിക്ക് കത്തിച്ച് പോയി. നീ മറ്റൊക്കെ അവനേതാ ഇത് റിയാസ് അല്ല മറ്റേ കത്തിച്ചോനാ? പറഞ്ഞു ചീത്ത വിളിച്ചു എന്നെ കൊല്ലണോ നോക്കാം. കത്തിയത് എങ്ങനെ കത്തി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഒരു വല്ലാത്തൊരു കാഴ്ചയാണല്ലോ. ഒരു ബാറിനുള്ളിൽ ഈ മദ്യപസംഘങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന, അത് കൊലപാതകത്തിൽ വരെ കലാശിക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു തീ കത്തിക്കുന്നു, അതൊരു കൂട്ടക്കുരുതിയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അങ്ങനെയൊന്നും ഇത് പെട്ടെന്നുണ്ടായൊരു പ്രകോപനമാണ്. മുൻകൂട്ടി അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത ഒരു കുറ്റകൃത്യമല്ല. ബാറിനുള്ളിൽ മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുകയായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെ വെമ്പായത്തെ ശ്രീവത്സം ബാറിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. ബാറിൽ വെച്ച് ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതിനിടയിൽ അതിൽ ഉൾപ്പെട്ട അനീഷ് എന്ന വ്യക്തി പെട്ടെന്ന് ബാറിന് പുറത്തേക്ക് പോയി തിരികെ പെട്രോളുമായി മടങ്ങിയെത്തുകയായിരുന്നു. അങ്ങനെ മടങ്ങിയെത്തിയതിനു ശേഷം ഈ കൈവശമുണ്ടായിരുന്ന ക്യാൻ തുറന്ന് പെട്രോൾ ചുറ്റും ഒഴിച്ചു. 5 പേരുടെ ദേഹത്തേക്ക് പെട്രോൾ വീണു. അനീഷിൻ്റെ ദേഹത്തും പെട്രോൾ മറിഞ്ഞു. തൊട്ടു പിന്നാലെ മറ്റ് പ്രകോപനമൊന്നും ഉണ്ടാകാതെ വേഗം തീ കൊളുത്തി. പിന്നെ കണ്ടത് ഈ ദൃശ്യങ്ങളിൽ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പെട്ടെന്ന് തീ അവിടെ ആളിപ്പടരുന്നതാണ്. അങ്ങനെ അനീഷ് ഉൾപ്പെടെ 6 പേർക്കാണ് സാരമായി പൊള്ളലേറ്റത്. ഇവരെ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ബാറിൻ്റെ AC മുറിക്കുള്ളിലാണ് ഇത്തരത്തിൽ ഒരു ഈ പ്രകോപനവും സംഘർഷവും ഉണ്ടായത്. തുടർന്ന് ഈ മുറിയുടെ ഒരു ഭാഗം തീ പിടിച്ച് കത്തുന്ന സാഹചര്യം എത്തിയതോടെ പോലീസും അതോടൊപ്പം ബാർ ജീവനക്കാരും ചേർന്ന് വളരെ പണിപ്പെട്ടാണ് തീ അണച്ചത്. അതിനിടയിലാണ് ഈ 6 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. അനീഷിനെതിരെ വധശ്രമത്തിന് വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ അല്ലെങ്കിൽ പൊള്ളലേറ്റ 5 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ ഒരാൾ കാപ്പ കേസ് പ്രതിയാണ് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. പക്ഷേ ഈ പ്രകോപനത്തിലേക്ക് അനീഷിനെ നയിച്ച കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ എന്തെങ്കിലും തർക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വാക്ക് തർക്കമാണോ ഈ ബാറിനുള്ളിൽ വെച്ചുണ്ടായത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനയാണ് വെഞ്ഞാറമൂട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽ സംഘങ്ങളാണോ ഡാൻ ഇവര് ഈ പരസ്പരം ഏറ്റുമുട്ടിയത് സ്ഥിരം ഒരു ക്രിമിനൽ സംഘങ്ങളാണോ? മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നോ? അതോ ബാറിൽ വെച്ചുള്ള പെട്ടെന്നുള്ളൊരു തർക്കം, ഒരു വാക്ക് തർക്കം ഈ രീതിയിൽ അക്രമത്തിൽ കലാശിക്കുകയായിരുന്നോ? അങ്ങനെയാണ്. രണ്ടാമത് പറഞ്ഞതുപോലെയാണ്. ഒരു വാക്ക് തർക്കം പെട്ടെന്നുണ്ടാകുകയും അതിൽ പ്രകോപിതനായി അനീഷ് എന്ന വ്യക്തി പുറത്തേക്ക് പോയി ഈ പെട്രോൾ കരുതി തിരികെ ബാറിനുള്ളിൽ മടങ്ങിയെത്തി ഈ AC മുറിക്കുള്ളിൽ കയറി പെട്ടെന്ന് തൻ്റെ മറുവശത്തുണ്ടായിരുന്ന 5 പേരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അങ്ങനെ ഒഴിക്കുന്നതിനിടയിലാണ് അനീഷിൻ്റെ ദേഹത്തേക്കും പെട്രോൾ വീഴുന്നത്. അതിനുശേഷം കൈവശമുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുന്നു. പെട്ടെന്ന് തീ ആളിപ്പടരുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കം ഇവർ തമ്മിൽ നേരത്തെ നിലനിന്നിരുന്നോ, അതിൻ്റെ തുടർച്ചയാണോ അവിടെ ഉണ്ടായത് എന്നത് അറിയാനുള്ള വിശദമായ പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട് CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം തുടരുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വെമ്പായത്തെ ബാറിൽ 2 മദ്യപ സംഘങ്ങൾ തമ്മിലുള്ള ചെറിയ വാക്കുതർക്കമാണ് ഈ രീതിയിൽ വലിയ അക്രമത്തിലേക്ക് നീങ്ങിയത്. ബാറിനുള്ളിൽ ഒരു സംഘം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പിന്നീട് അവിടെ വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. 5ഓളം പേർക്ക് സാരമായ പൊള്ളലേറ്റിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണവും ഊർജിതമാക്കുകയും ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ആത്മഹത്യയിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. താടി വളർത്തി രൂപം മാറിയാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം, അതായത് ഈ വിദ്യാർത്ഥി മരിച്ചു മാസങ്ങൾക്ക് ശേഷമാണ്
പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കർണാടകയിലും ആന്ധ്രയിലുമായി പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ കൂടുതൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. എങ്കിലും കോടതി മുമ്പായുള്ള വിഷയമാണ്. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പുറത്ത് പറയാൻ വേണ്ടി പാടില്ല. കോടതി മുമ്പ് ഹാജരാക്കേണ്ട പ്രതിയാണ്. ബാക്കി പ്രൊസീജിയർ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ നിലനിൽക്കായിരുന്നു. സുപ്രീം കോടതിയുടെ ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് അന്ന് തന്നെ പ്രത്യേകമായ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘം തന്നെയാണ് പ്രതിയെ പിടികൂടിയത്. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ആശ്വാസം നൽകുന്നുവെന്ന് നിതിൻ രാജിന്റെ അച്ഛൻ പ്രതികരിച്ചു. മറ്റുള്ള എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണം. മകൻ്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. മകന് നീതി വേണമെന്നും കുടുംബം പ്രതികരിച്ചു. മറ്റ് അധ്യാപകരെ കൂടി പ്രതി ചേർക്കണമെന്ന് നിതിൻ രാജിന്റെ സഹോദരിയും ആവശ്യപ്പെട്ടു. വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിലും 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. അവൻ്റെ കിരാതമായ ആ പ്രവൃത്തിയാൽ എൻ്റെ മകൻ സംശയാസ്പദമായി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. കാരണം ഒരു പ്രതി വന്നിട്ട് കാര്യമില്ല, മറ്റുള്ള എല്ലാ പ്രതികളും പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകൻ പഠിച്ചിറങ്ങി നല്ല ഡോക്ടറായി പോകാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അവനെ അവർ കൊന്നു തള്ളി. നിങ്ങൾ ചാനലിലും പത്രങ്ങളിലും എഴുതുന്നത് പോലെയല്ല, ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അത് വ്യക്തമായ കാരണങ്ങളും തെളിവുകളുമുണ്ട്. ഇന്ന് വരയ്ക്കും അവർ ഒരു വീഡിയോ ക്ലിപ്പിങ്ങുകൾ പോലും പുറത്തു വിട്ടിട്ടില്ല. വീണ് കിടക്കുന്നു എന്ന് പറയുന്നു. ആര് കൊന്നു തള്ളി എന്നാണ് ചോദ്യം, പിതാവിൻ്റെ ചോദ്യം രോദനത്തോടെയുള്ള. എൻ്റെ മകനെ ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യൂല. ചാടി മരിച്ചുവെന്ന് പത്രങ്ങളിലും മാധ്യമങ്ങളിലും കൊട്ടിഘോഷിക്കുന്നു. ചാടി മരിച്ചല്ല, കൊന്നുകൊണ്ടിട്ടതാണ്. അവന് നീതി വേണം. നീതിക്ക് വേണ്ടിയാണ് ഈ പിതാവ്, കുടുംബം, സംഘടനകൾ എല്ലാവരും അലയുന്നത്. നിങ്ങളെല്ലാം അത് പുറത്തു കൊണ്ടുവരണം. പക്ഷേ ഡോക്ടർ എന്ന് പറയണ അവനിനി ഡോക്ടറായിട്ടിരിക്കാനുള്ള ഒരു പദവിയുമില്ല. ആരെ ഡോക്ടർ റാമെന്ന് മാധ്യമങ്ങളിൽ കൊടുക്കുന്നത്? ഡോക്ടറല്ല അവൻ, കൊലയാളി റാം, നരാധമൻ റാം. അവനെ പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകനെ ഏത് രീതിയിൽ പീഡിപ്പിച്ചോ അവൻ ആ രീതിയിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ പോലീസിനെ കൊണ്ടോ പീഡിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അവനെ വീണ്ടും പുറത്തു കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അത് നടക്കൂല. അവന് അങ്ങേയറ്റം പ്രമാദകരമായ ഏത് വിധത്തിലുള്ള ശിക്ഷയാണ് അത് തന്നെ വാങ്ങിക്കൊടുക്കണം. വധശിക്ഷയെങ്കിൽ വധശിക്ഷ. ഇനിയെങ്കിലും നല്ല പ്രോപ്പറായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ 100 ദിവസം വരെയും അയാൾ കർണാടകയിലോ മറ്റു പ്രദേശങ്ങളിലോ അല്ലായിരുന്നു. അയാൾ കേരളത്തിലെ വയനാട് തന്നെ ഉണ്ടായിരുന്നു. ഈ 100 ദിവസം വരെ വേണ്ടി വന്നു. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇന്ന് 100ാമത്തെ ദിവസമാണ്. ഇതിന് വേണ്ടിയിട്ടൊരു, അതായത് അയാൾ അറസ്റ്റ് ചെയ്യാനുള്ളൊരു വിധി വന്നിട്ട്. പിന്നെ അയാൾ ഈ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ ഒന്നും അല്ലായിരുന്നു. അയാൾ വയനാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ഉണ്ടായിട്ട് പോലും അയാൾ ഈ 100ാമത്തെ ദിവസമാണ് അയാളെ പിടികൂടിയത്. പിന്നെ ഇത്രയും നാളുണ്ടായിരുന്ന പോലീസ് സംഘത്ത് ക്രൈംബ്രാഞ്ചിന് ഞങ്ങൾക്ക് യാതൊരുവിധ വിശ്വാസവും ഇല്ലായിരുന്നു. ഇനിയുള്ള സംഘത്തെ വിശ്വസിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് വേണം പറയാൻ. കാര്യം ഇനി ഇതുപോലെ ആയിരിക്കാം, മറ്റു പ്രതികളെ കൂടി ചേർക്കുമ്പോൾ പോലും ഇതുപോലെ ആയിരിക്കാം. വിശ്വാസം ഇല്ല. കാര്യം പ്രതികളെ കൊണ്ടുവന്നാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. കാര്യം ഈ കേരളത്തിലുണ്ടായിട്ട് പോലും ഈ 100 ദിവസം വേണ്ടി വന്നു അയാൾ അറസ്റ്റ് ചെയ്യാനായിട്ട്. വിശ്വാസം ഇല്ല. മറ്റു പ്രതികളുടെ അന്വേഷണം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടും അറിയാം. ആ ഒരു രീതിക്കാണ്. കാര്യം പോലീസിന്റെ കാര്യത്തിലുള്ള വീഴ്ചയിലാണ് ഇത്രയും ദിവസം വേണ്ടി വന്നത്. അവർ പ്രോപ്പറായിട്ട് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. എങ്ങനെയാണ് അനി അവിടെ നിന്ന് ചാടിയതാണോ അത് അവനെ കൊന്നു തള്ളിയതാണോ ഇപ്പോഴും അറിയത്തില്ല. നമ്മൾ ആത്മഹത്യയെന്ന് മാത്രം വിശ്വസിക്കുന്നു. എന്താണ് അവിടെ നടന്നെന്നുള്ളൊരു ഇൻസിഡന്റ് പോലും ഈ 100ാമത്തെ ദിവസമായിട്ട് പോലും ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള അന്വേഷണ സംഘമെങ്കിലും നല്ല പ്രോപ്പറായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. വലിയ നിരാശയോടുകൂടിയാണ് നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാരണം ഈ പ്രതിക്ക് വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയതാണ്. സുപ്രീം കോടതി വരെയും ജാമ്യം നിഷേധിച്ചിട്ടും പോലീസ് എന്തുകൊണ്ട് ഇത്രയും നാൾ ഇയാളെ പിടികൂടിയില്ല? അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിതിൻ രാജിന്റെ മരണത്തിൽ പുതിയ അന്വേഷണം
വേണമെന്നൊരു ആവശ്യം അവർ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ അറിയിക്കും, ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് ആക്ഷൻ കൗൺസിലും പ്രതികരിച്ചത്. തൃപ്തികരമല്ലായിരുന്നു. ക്രൈംബ്രാഞ്ച് ഈ കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായി ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അറസ്റ്റ് വൈകിയത്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും 2 കോടതികൾ ജാമ്യം തള്ളി, മൂന്നാമത് സുപ്രീം കോടതി ജാമ്യം തള്ളിയിട്ടും ക്രൈംബ്രാഞ്ച് പോലീസ് ഈ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തെ മാറ്റി പുതിയൊരു അന്വേഷണ സംഘത്തെ നിയമിക്കണം എന്ന് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെടാനാണ് കുടുംബവും ആക്ഷൻ കൗൺസിലും തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഉള്ള തീരുമാനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 28, 29 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ നടന്നിട്ടുള്ള ഈ അറസ്റ്റ് സ്വാഗതാർഹമാണ്. പക്ഷേ യഥാർത്ഥ പ്രതികളായ അധ്യാപകരായ മറ്റ് ചില ആളുകൾ, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെ കൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടാനുള്ളത്. അതേസമയം പ്രതി അന്വേഷണവുമായി സഹകരിക്കുമെന്നും ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്തതിന്റെ സമ്മർദ്ദമാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണമെന്നും ഡോക്ടർ റാമിന്റെ അഭിഭാഷകൻ പറഞ്ഞു. നമ്മളെ ഡോക്ടർ റാം സർ ഇതിൽ ഒരു വിധത്തിലും ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു പ്രശ്നമാണ്. നമുക്ക് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിശ്വാസമുണ്ട്. അവർ ഫെയറായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇയാൾ കുറ്റവാളി അല്ല എന്നൊരു പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി അടക്കം ഈ ഇൻവോൾവ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. സുപ്രീം കോർട്ട് our party has been up to Supreme Court, but when the matter is under investigation, there are some stray allegations were made in the statements what the parents have filed a complaint, but those statements are nothing to do with this my client, because now what transpired on the day, some other 2 more affairs were registered, you know that, and in that case how the victim we'll respect the parents, we'll first of all console their parents. Anyhow their parents have lost their son. We are not into that, we are respect them, but the thing is the investigation papers or the investigation the truth will come out. What is the role of my client? KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, നമുക്കറിയാം ഈ കേസ് എങ്ങനെയൊക്കെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുവെന്ന്. പ്രതിയെ രക്ഷിക്കാനുള്ള നീക്കമുണ്ടായി, പുതിയ കഥകൾ പറയുന്നു. ഏറ്റവും ഒടുവിൽ ഈ പ്രതിയുടെ അഭിഭാഷകൻ പറയുന്ന കഥ പോലും, അതായത് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് ലോൺ ആപ്പിൽ നിന്നും പണമെടുത്തതിൻ്റെ സമ്മർദ്ദം കാരണമാണെന്ന്. തുടക്കം മുതൽ അത്തരമൊരു കഥയാണ് ഇവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത്. ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ സത്യം തുറന്നു പറഞ്ഞിരുന്നു. കാരണം എങ്ങനെയാണ് നിതിൻ രാജ് കോളേജിൽ വെച്ച് ഈ അധ്യാപകരിൽ നിന്നും പീഡനത്തിനിരയായത്, വലിയ മാനസിക സമ്മർദ്ദമുണ്ടായി. ഈ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ളവർ അങ്ങേയറ്റം നിതിൻ രാജിനെ ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥികളെ വേട്ടയാടിയിരുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഒരു അധ്യാപകനെ സംബന്ധിച്ച് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏറ്റവും ഒടുവിൽ 100 ദിവസത്തോളം ഒളിവിൽ കഴിയുന്നു, നിയമത്തിന് പിടികൊടുക്കാതെ രൂപം മാറ്റം വരുത്തുന്നു. പക്ഷെ എന്തായാലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കുടുംബം, നിതിൻ രാജിൻ്റെ കുടുംബം ഇപ്പോഴും വലിയ നിരാശയാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഇത്രയും നാൾ എന്തുകൊണ്ട് പിടികൂടിയില്ല, ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസ് ഉന്നതർ തന്നെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തതെന്ന്. എന്തായാലും ഡോക്ടർ റാമിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഇനി ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക? ടോമേ, ഇതിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിൽ അറിവ് പകർന്നു നൽകേണ്ട, അതല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ കൃത്യമായൊരു ലക്ഷ്യം അതിലേക്ക് പ്രാപ്തരാക്കേണ്ട അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നാണ്. കാരണം ഇയാളെ പിടികൂടുമ്പോൾ ഇയാൾ താടി വെച്ച് വേഷം മാറിയ നിലയിലായിരുന്നു ഇയാൾ കുടകിൽ കഴിഞ്ഞിരുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അധ്യാപകനാണ് ഇത്തരത്തിൽ 100-ലധികം ദിവസം, അതായത് ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 3-ാം നിലയിലെ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നും ചാടി ജീവനൊടുക്കുന്നത്. അതിന് തൊട്ട് 10 മിനിറ്റ് മുൻപുള്ള ദൃശ്യം, അതിൽ
കൃത്യമായും ഈ നിതിനെ ഈ അധ്യാപകർ ചേർന്ന് മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കുന്നുണ്ട്. അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയ റാം ഈ നിതിൻ ഇത്തരത്തിൽ ജീവനൊടുക്കുകയായിരുന്നു. ആ പരാതി നൽകാൻ പോലും കാരണം ഈ റാം ആണെന്ന് പരാമർശമുണ്ട്. അതോടൊപ്പം പല വിദ്യാർത്ഥികളും ഈ കോളേജിലെ തന്നെ വിദ്യാർത്ഥികൾ ഈ റാമിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നു. അവിടെ നിന്നും ജാമ്യം തള്ളുന്ന സാഹചര്യം. പിന്നീട് ഹൈക്കോടതിയിലേക്ക് സമീപിക്കുന്നു. ഹൈക്കോടതിയും ജാമ്യം തള്ളുന്നു. ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതിയിൽ ജാമ്യഹർജി നൽകുകയും മുൻകൂർ ജാമ്യഹർജി നൽകുകയും അത് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് ഇയാൾ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അത്രത്തോളം സാവകാശം ഇയാൾക്ക് പോലീസ് അനുവദിച്ചു കൊടുത്തു എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. തുടക്കത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതാണ് നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞ് ഒരു ഘട്ടത്തിൽ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോലും പോലീസ് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ശ്രമിച്ചതാണ്. പക്ഷേ വലിയ പ്രതിഷേധമുയർന്നു. കോളേജിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുടെ അങ്ങനെ വലിയ പ്രതിഷേധമുയർന്നു. ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും നിതിൻ രാജിന്റെ മരണത്തിൽ കാരണം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആ ഒരു വലിയ പ്രതിരോധത്തിനൊടുവിലാണ് ഇത് കേസ് ക്രൈംബ്രാഞ്ചിന് ഏൽപ്പിക്കുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും ആന്ധ്രാപ്രദേശിൽ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. പക്ഷെ അവിടെ ക്രൈംബ്രാഞ്ച് സംഘം ചെന്നെങ്കിലും ഇയാളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇയാൾ മൊബൈൽ ഫോൺ ഈ ഒരു ഏപ്രിൽ 10 ശേഷം ഈ അധ്യാപകൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടേയില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം ആന്ധ്രാപ്രദേശിലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നു. ഓരോ വിവരവും പോലീസ് അവിടെ ആന്ധ്രാപ്രദേശിൽ എത്തിക്കഴിഞ്ഞാൽ ഇയാൾ പിടികൂടാൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓരോ വിവരങ്ങളും ഇയാൾക്ക് കൈമാറി പോലീസിന് തന്നെ കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഉന്നത ബന്ധം ഇയാൾ ഉപയോഗിച്ചു. ഏറ്റവും ഒടുവിലായി ഇയാൾ കർണാടകയിലേക്ക് കടക്കുകയായിരുന്നു. ബാംഗ്ലൂരിൽ താമസിച്ചു. അങ്ങനെ മാറി മാറി താമസിച്ച് ഏറ്റവും ഒടുവിൽ രൂപം മാറി കൊടകിലെത്തിയപ്പോഴാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഏതായാലും ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. വൈദ്യ പരിശോധനയും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ഇനി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. ഇയാൾക്ക് ആരൊക്കെ ഈ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു, അതുകൂടാതെ ഏതെല്ലാം രീതിയിൽ ഇയാൾ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ മോശമായ പരാമർശം, ജാതി അധിക്ഷേപം നടത്തി, അത്തരം കാര്യങ്ങൾ പോലീസ് ഇയാളിൽ നിന്നും വിശദമായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഇതിൽ കുടുംബം കൃത്യമായി ആവശ്യപ്പെടുന്നത് ഒരു റാമിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസ്. ആ ഒരു ദൃശ്യത്തിൽ നിന്നും പുറത്തു വന്ന ആളുകൾ, ആ അധ്യാപകരെല്ലാം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കണമെന്നൊരു ആവശ്യം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഐജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അജിത ബീഗം ഐജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ സംഘമായിരിക്കും ഇനി കേസ് അന്വേഷിക്കുക. ഏതായാലും കേസിലെ ഒന്നാം പ്രതിയാണ് റാം. 3 മാസത്തോളമായി ഒളിവിലായിരുന്നു. സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന കുടുംബം അന്വേഷണ സംഘത്തിൽ നേരത്തെ അവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. നിതിൻ രാജിന്റെ സഹോദരി ഇക്കാര്യം തുറന്നു പറയുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ആ പഴയ അന്വേഷണ സംഘത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന്. കാരണം അവരെങ്ങനെയാണ് ഇതിന്റെ ബുദ്ധിമുട്ട്, ഒരു മകന്റെ മരണത്തിൽ നീതി തേടി ഒരു കുടുംബം അറിഞ്ഞിട്ടും യഥാർത്ഥ കുറ്റവാളികളെ പുറം ലോകത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് പോലും അവരിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ പോലും ഈ പോലീസ് തയ്യാറായില്ല. അതിനിടെയാണ് പുതിയ അന്വേഷണ സംഘത്തിന് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ നിതിൻ രാജിന്റെ അന്വേഷണത്തിന്റെ ചുമതലയിലേക്ക് വരുന്നത്. കുടുംബത്തിന് പ്രതീക്ഷയുണ്ടോ? മാത്രമല്ല അവർ ഉന്നയിക്കുന്നത് പോലെ ഡോക്ടർ റാം മാത്രമല്ല, കൂടുതൽ പ്രതികളുണ്ട്, കൂടുതൽ അധ്യാപകർ നിതിൻ രാജിനെ വേട്ടയാടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ, കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഇവർ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ടത്. ആഭ്യന്തരമന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. അതായത് പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കും. IG അജിത ബീഗമായിരിക്കും മേൽനോട്ടം വഹിക്കുക. അതോടൊപ്പം കൂടുതൽ സംഘം, ക്രൈംബ്രാഞ്ചിന്റെ സംഘമായിരിക്കും ഇനി ഈ കേസ് അന്വേഷിക്കുക എന്ന ഉറപ്പ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് റാമിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കൂടുതൽ ആളുകൾ തങ്ങളുടെ മകനെ ഇത്തരത്തിൽ വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് നിതിൻ രാജ് ഈ ഒരു ജീവനൊടുക്കാൻ കാരണം. അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. തുടക്കത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം വലിയ തോതിൽ ഈ ഇത്തരത്തിലുള്ള എതിർപ്പ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും വളരെ വൈകിയാണ് ഈ പ്രതിയെ പിടികൂടിയതെന്ന് പറയേണ്ടി വരും. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 കോടതികളിൽ ഒടുവിൽ പരമോന്നത കോടതി തന്നെ ഇയാൾക്ക് മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു. അതുകൂടാതെ
പോലീസിനെതിരെയും രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോടതി ചോദിക്കാൻ ഇടയായ ഒരു കേസാണ്. അതോടൊപ്പം സുപ്രീം കോടതിയും പറഞ്ഞത് കൃത്യമായ കൂടുതൽ വിദ്യാർത്ഥികളുടെ പരാതികളുണ്ട് ഈ അധ്യാപകനെതിരെ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിലാണ് ഇയാൾക്ക് ഇങ്ങനെ പോലീസിനെ പിടികൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഏതായാലും പോലീസ് പറയുന്നത് ഇയാൾ ഇവിടെ നിന്നും കുടകിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയില്ല എന്നാണ്. ഏതായാലും ടോം ചോദിച്ചത് ഇതിൽ വളരെ പ്രധാനമാണ്. ഈ കേസിൽ ഇനി കൂടുതൽ പേർ പ്രതികളാകുമോ? അതല്ല, 2 പ്രതികൾ, അതായത് ഡോക്ടർ സംഗീത നമ്പ്യാർ, റാം, അതുകൂടാതെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നോയിഡയിൽ നിന്നും അറസ്റ്റിലായ 4 പേർ, ഇങ്ങനെ ഇത്ര പേരാണ് ഇതിലിപ്പോൾ ആകെ പ്രതികളായിട്ടുള്ളത്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ CCTV ദൃശ്യം, പുറത്തു വന്ന CCTV ദൃശ്യം, അതിൽ കൃത്യമായി നിതിനെ മണിക്കൂറുകളോളം ഇവർ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്, നിതിന്റെ മൊബൈൽ പരിശോധിക്കുന്നുണ്ട്. അവിടെ നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം നിതിൻ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അധ്യാപകർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി ക്രൈംബ്രാഞ്ച് സംഘം കടക്കുമോ? റാമിനെ ഇത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുണ്ട്. ഏതായാലും റാമിനെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുള്ളത്. അതായത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. മകന്റെ മരണത്തിൽ കഴിഞ്ഞ 100 ദിവസത്തിലധികമായി നിയമ പോരാട്ടത്തിലാണ് ആ കുടുംബം. അതിനിടെയാണ് കേസിലെ പ്രധാന പ്രതി എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ റാം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇടുക്കി തൊടുപുഴയിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയെന്ന് ആരോപിച്ച് SIയെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു. മങ്ങാട്ട് കവലയിലാണ് സംഭവം. ലോകകപ്പ് ഫൈനൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച സ്ഥലത്താണ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് വന്നതെന്നാണ് പരാതി. കരിമണ്ണൂർ SI റോയി സുകുമാരൻ, ഡ്രൈവർ എന്നിവരെയാണ് നാട്ടുകാരും DYFI പ്രവർത്തകരും തടഞ്ഞുവെച്ചത്. തൊടുപുഴ പോലീസ് എത്തി ഇരുവരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുത്തിരുന്നു. വൈദ്യപരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് തൊടുപുഴ SHO പ്രതികരിച്ചു. PS സാഗർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. സാഗർ, പോലീസ് സേനയ്ക്ക് തന്നെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവമാണ്. നമുക്കറിയാം, സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പോലീസുകാരെ മദ്യപിച്ച് വാഹനം ഓടിക്കുക. പക്ഷെ ഇവിടെ ജനങ്ങൾ തന്നെ, നാട്ടുകാർ തന്നെ അത് കയ്യോടെ പൊക്കുന്നു. പിന്നീട് പോലീസിനെ വിളിച്ചു വരുത്തുന്നു. SIയെയും ഡ്രൈവറെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. മദ്യപിച്ചെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നടപടി ഉണ്ടാകും. ഒരു പക്ഷേ ഈ മദ്യക്കുപ്പി മറ്റെന്തെങ്കിലും പറഞ്ഞ ന്യായീകരണം അവർക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ നിന്ന് പിടിച്ചെടുത്താണെന്നോ മറ്റോ പറയാം. പക്ഷേ വൈദ്യപരിശോധന റിപ്പോർട്ട് പുറത്തു വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. ഉടനടി തന്നെ നടപടി ഉണ്ടാകുമോ? വകുപ്പ് തല നടപടി മാത്രമായിരിക്കുമോ, അതോ മറ്റു നിയമ നടപടിയും ഇവർക്കെതിരെ സ്വീകരിക്കണമെന്നൊരാവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടോ? സാഗർ, തീർച്ചയായും ടോം, അത്തരത്തിലൊരു കാര്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തിന് ആധാരമായി ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. നമുക്കറിയാം, ലോകകപ്പ് ഫൈനൽ നടക്കുകയായിരുന്നു ഇന്നലെ. അതുപോലെ തന്നെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വലിയ സ്ക്രീനിൽ ഫുട്ബോൾ മത്സരം കാണുവാൻ 100 കണക്കിന് ആളുകളാണ് ഇന്നലെ എത്തിയിരുന്നത്. ഈ സമയത്ത് അവിടെ ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു. തൊടുപുഴയ്ക്ക് അടുത്ത് തന്നെയുള്ള സ്റ്റേഷനിലെ കരിമണ്ണൂർ സ്റ്റേഷനിലെ SI റോയിയും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമാണ് ഡ്യൂട്ടിക്കായി എത്തിയത്. ഈ ഡ്യൂട്ടിക്കായി എത്തിയ സമയത്താണ് ഇദ്ദേഹം ഇവിടെ കൂടിയിരുന്ന ആരാധകരുമായി അല്ലെങ്കിൽ കളി കാണാൻ എത്തിയവരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടു. തുടർന്നാണ് ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ ഒരു ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണത്തിന്റെ പിന്നാലെയായിരുന്നു ഈ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടുകയും വാഹനത്തിനുള്ളിൽ, അതായത് പോലീസും ഡ്രൈവറും എത്തിയ പോലീസ് ഔദ്യോഗിക വാഹനത്തിനുള്ളിൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് തൊടുപുഴയിൽ നിന്നുള്ള CAയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി SI വന്ന വാഹനം പരിശോധിച്ചു. ഈ പരിശോധനയിലാണ് മദ്യക്കുപ്പി വാഹനത്തിന്റെ, ഈ പോലീസിന്റെ ഔദ്യോഗിക ഡ്യൂട്ടിക്ക് എത്തിയ വാഹനത്തിന്റെ പുറകിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെടുത്തത്. ഇതുകൂടാതെ വാഹനത്തിൽ നിന്നും ചീട്ടും, അതായത് കളിക്കാൻ ഉപയോഗിക്കുന്ന ചീട്ടും നിരോധിത ലഹരി വസ്തുവായ പുകയില, ഹാൻസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും
പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ വീഡിയോ കൃത്യമായി നാട്ടുകാർ തന്നെ പകർത്തി അതെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആ വീഡിയോ പ്രചരിക്കുന്നുമുണ്ട്. അപ്പോൾ തന്നെ പോലീസുകാർ എത്തി ഇദ്ദേഹത്തെ തൊട്ടടുത്തുള്ള തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ ഇവരെ രണ്ടുപേരെയും വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരുന്നു. എന്നാൽ പോലീസുകാർ മദ്യപിച്ചിട്ടില്ലെന്നാണ് ഈ SI പോയി പറയുന്നത്. അത്തരത്തിലൊരു മദ്യപാനം നടത്തിയിട്ടില്ല, ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ വാഹനത്തിനുള്ളിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെടുത്തിട്ടുണ്ട്. വൈദ്യപരിശോധന ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ പോലീസ് പരിശോധനയുടെ ലഹരി വസ്തുക്കൾ കണ്ടെടുക്കുന്നതിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പുറത്തായതനുസരിച്ച് അത് വെച്ചാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ റോയ് സുമാറിന്റെയും ഡ്രൈവറുടെയും വൈദ്യപരിശോധന റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തൊടുപുഴ SHO അറിയിച്ചിരിക്കുന്നത്. PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ SIയെയും ഡ്രൈവറെയും മദ്യപിച്ചെന്നാരോപിച്ച് നാട്ടുകാർ തടഞ്ഞു വെച്ചത്. ഈ വാഹനത്തിൽ നിന്ന് പോലീസ് ജീപ്പിൽ നിന്നും മദ്യക്കുപ്പിയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ ബാലവേലയ്ക്ക് എത്തിച്ച 9 കുട്ടികളെ രക്ഷപ്പെടുത്തി. ബീഹാറിൽ നിന്നെത്തിയ 9 ആൺകുട്ടികളെയാണ് രക്ഷപ്പെടുത്തിയത്. കുട്ടികളെ കൊണ്ടുവന്ന 2 യുവാക്കൾ അറസ്റ്റിലായിട്ടുണ്ട്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് ജോലിക്ക് എത്തിച്ചതായിരുന്നു കുട്ടികളെ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേർന്നുണ്ട്. നവമി, ഇവരെ എത്തിച്ചത് ഇതര സംസ്ഥാനക്കാരാണോ അതോ മലയാളികളാണോ? ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമുക്കറിയാം ഇങ്ങനെ കേരളത്തിലേക്ക് പലപ്പോഴും ഈ രീതിയിൽ ചെറിയ കുട്ടികളെ അടക്കം ബാലവേലയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇത് കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. എന്ത് നടപടിയാണ് ഇവർക്കിത് സ്വീകരിച്ചിട്ടുള്ളത്? ടോം, ഇത് മലയാളിക്ക് വേണ്ടിയാണ് ബീഹാർ സ്വദേശികളായിട്ടുള്ള 2 പേർ ഈ 9 കുട്ടികളുമായി കൊച്ചിയിലെത്തിയത്. അത് പാറ്റ്ന എറണാകുളം എക്സ്പ്രസിലായിരുന്നു ഈ 9 കുട്ടികളുമായി ഇവർ 2 പേരും വന്നത്. CRPFന് സംശയം തോന്നുകയും ഈ കുട്ടികളെ അടക്കം കസ്റ്റഡിയിലെടുത്തു. അവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട്, അത് മണിക്കൂറിൽ 50 രൂപ വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ 9 കുട്ടികളുമായി കൊച്ചിയിലേക്ക് എത്തിയത്. 14 വയസ്സുള്ള 8 കുട്ടികളും 17 വയസ്സുള്ള 1 കുട്ടിയുമാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇവരെ പെട്ടെന്ന് തന്നെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ CRPF അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മോണ്ടൽ, സരൺ സ്വദേശിയായ W നാഥ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നിന്നാണ് അവർ പറയുന്നത് മലയാളിയായ അരുൺ തോമസ് എന്നയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കുട്ടികളെ എത്തിച്ചതെന്ന്. എന്തായാലും അരുൺ തോമസിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പെരുമ്പാവൂർ സ്വദേശിയാണ് അരുൺ എന്നാണ് മനസ്സിലാക്കുന്നത്. പെരുമ്പാവൂരിലെ ഓടക്കാലിലുള്ള ഒരു പ്ലൈവുഡ് ഫാക്ടറിയിലെ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവരെ എത്തിച്ചത്. എന്തായാലും പോലീസ് ഇവർ മുൻപും ഇത്തരത്തിൽ ബാലവേലയ്ക്കായി കുട്ടികളെ എത്തിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ അരുണിനായിട്ടുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം പെരുമ്പാവൂരിലാണ് ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അവരുടെ കുട്ടികളായി തന്നെ ഇവരെ അവിടെ എത്തിക്കുകയും അവർക്ക് ശമ്പളം നൽകിക്കൊണ്ട് അവിടെ പ്ലൈവുഡ് ഫാക്ടറിയിലടക്കം ജോലി ചെയ്യിപ്പിക്കാനായിരുന്നു ഇവർ ഉദ്ദേശിച്ചതെന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ കേസ് CRPF രജിസ്റ്റർ ചെയ്ത ഈ കേസ് റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെയിൽവേ പോലീസാണ് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി എത്തിച്ച 9 കുട്ടികളെയാണ് രക്ഷപ്പെടുത്തിയത്. ബീഹാറിൽ നിന്നാണ് ഈ 9 കുട്ടികളെയും കൊണ്ടുവന്നത്. സംഭവത്തിൽ 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.